ദുരന്തങ്ങളും ദുരനുഭവങ്ങളുമായി ജീവിതത്തിന്റെ കയ്പും കണ്ണുനീരും ഒരുപാട് കുടിച്ചു അനസൂയ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടും പാർട്ടിയുടെ വളർച്ചയിൽ ഇവർക്ക് ഒപ്പം വളരാനായില്ല. ഒരുപാട് സ്വപ്നങ്ങൾ വിതച്ചിട്ടും പതിരു കൊയ്യാൻ മാത്രമേ ഈ വിപ്ലവ ഗായികയ്ക്ക് ആയുള്ളൂ. പണ്ടത്തെ പോലെ ഇന്നും നിത്യജീവിത ചെലവുകൾക്ക് ബുദ്ധിമുട്ടുകയാണ് ഈ കലാകാരി. മണ്ണെറിഞ്ഞാലും പൊന്നു കായ്ക്കുന്ന മണ്ണാണൻ നാട്ടിലെന്നൊക്കെ കേട്ടു കേട്ടു തഴമ്പിച്ചതാണൻ കുട്ടിക്കാലം തൊട്ടൻ കാതും. പൊന്നണിഞ്ഞ പുലരിയും പച്ച കുന്നും ആ കൊച്ചു ചോരയും. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്, സ്റ്റേറ്റിൻ്റെത്. അത് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അത് എന്നെ അന്ന് അറിയാവുന്ന നേതാക്കന്മാരുണ്ടായിരുന്നതുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊടുക്കേണ്ടതാണെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് തരുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ പാർട്ടിയിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളും എനിക്കുണ്ടായിട്ടില്ല. പാർട്ടിക്ക് വിരുദ്ധമായിട്ടൊരു പ്രവൃത്തിയും ഞാൻ മുൻപോട്ട് നീങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പാർട്ടിക്ക് ഇത്ര കണ്ട് ഈ ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യം അന്നൊക്കെ ഒരു ജോലിയൊക്കെ ആയിരുന്നു. അതൊന്നും എനിക്ക് തരാൻ ഞാൻ പല പ്രാവശ്യം സഖാവ് ടി വി തോമസിൻ്റെക്ക് പോയിട്ടുണ്ട്. പോയി പല പ്രാവശ്യം എനിക്ക് ആവേശം തരുന്ന പോലെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചെയ്തിട്ടില്ല, മരിക്കുന്നത് വരെ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പറയത്തക്ക യാതൊരു അനുകൂല്യങ്ങളും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഇലക്ഷൻ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ധാരാളം ജീവൻ പോലെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്ലേശങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ബുദ്ധിമുട്ടിയെങ്കിൽ അതുപോലെ പ്രയോജനപ്പെടുത്തി വിജയിപ്പിച്ചിട്ടുമുണ്ട്. ഇടതും വലതുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ ഇടതു പാർട്ടിക്കൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു അനസൂയ. ജീവിതത്തിലെ പല വിഷമസന്ധികളിലും പാർട്ടിയിൽ നിന്നുള്ള സഹായം ഇവർ പ്രതീക്ഷിച്ചിരുന്നു. അർഹമായ പരിഗണന കിട്ടാതെ പോയ നിരാശയിലാണ് പാർട്ടിയുടെ പാട്ടുകാരി. പലരും തന്നെ അറിയാതെ പോകുന്നതിൽ, അവഗണിക്കുന്നതിൽ അതിയായ സങ്കടമുണ്ട് ഇവർക്ക്. അനസൂയ പാടിയ പാട്ടുകൾക്കും വിളിച്ച മുദ്രാവാക്യങ്ങൾക്കും പാർട്ടി വില കൽപ്പിക്കാതിരിക്കുമോ? എന്നെപ്പറ്റി അറിയാവുന്നത് അന്ന് CPIയിലാണുള്ളത് ആളുകൾ, മേദിനെ പോലുള്ള ആളുകൾക്കാണ് എന്നെപ്പറ്റി അറിയാവുന്നത്. അവരുടെ കൂടെയാണ് ഞാൻ കൂടുതലും സഹകരിച്ചിട്ടുള്ളത്. മറിച്ച് ഇപ്പോഴെനിക്ക് തോന്നുന്നത് ഞാൻ അവരുടെ കൂടെ നിന്നിരുന്നുവെങ്കിൽ എന്തെങ്കിലും രക്ഷാമാർഗം എനിക്ക് എൻ്റെ കുടുംബത്തിൽ അവർ ചെയ്തു തന്നേനെ ഒന്ന് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ശരിയാണെന്ന് തോന്നിയ തിരിഞ്ഞു വന്ന പാർട്ടിയിൽ നിന്നും ഒരു ആനുകൂല്യങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഒന്നും അവരിൽ നിന്നും എനിക്ക് വിഷമങ്ങളല്ലാതെ, ദ്രോഹങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. കുറേ കാലങ്ങളായിട്ട് ഞാൻ എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കാരണം എനിക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കാനും പോകാനും പിടിക്കാനും ഒക്കെ അത് തന്നെ എൻ്റെ മാനസികമായിട്ട് തന്നെ ഒരു ചെറിയ വിഷമങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ഇത്രയും പ്രവർത്തിച്ചിട്ടും ഈ രീതിയിൽ ആത്മാർത്ഥത നമ്മൾ കാണിച്ചിട്ടും നമ്മളോട് നല്ല രീതിയിലല്ലല്ലോ ഇവരുടെ പെരുമാറ്റങ്ങൾ. അത് പുതിയ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി അറിയാൻ പാടില്ലാതെ വന്നുപോയി. ഈ നാടിനെ പറ്റിയും മറ്റുള്ള പറ്റിയും ഇതിനു മുമ്പേ ഈ പഴയ ആളുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ചെയ്തിട്ട് അവരാരായിരുന്നു, അവർ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, പാർട്ടിക്ക് വേണ്ടി എന്തെന്ന് ഇവർക്കറിയാൻ പാടില്ല. അന്ന് ജനിക്കാത്തവരാണ് ഇന്നത്തെ ഈ താഴെ ഇരിക്കുന്ന ഇന്നത്തെ പ്രവർത്തകർ. പിന്നെ അവർ നമ്മളെപ്പറ്റി അറിയാൻ പാടില്ലാത്ത കാരണം അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളത് അവരെന്നെ തീരുമാനിക്കേണ്ടത്. മുകളിൽ ഇവർ കൊടുക്കുന്ന റിപ്പോർട്ട് നമ്മളിന്ന് പ്രവർത്തകയല്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെ ഇവർ പറയുന്ന അവർ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലൊക്കെ ഒരുപാട് ഖേദങ്ങളുണ്ട് എനിക്ക്. ഞാൻ അത് കാരണം ഒരുപാട് ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി അപ്പോൾ നമ്മുടെ മുഴുവനും മറന്നു പോകും. അതായത് ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മുഴുവനും മറന്ന് നമ്മൾ ചാടി ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോഴുള്ളത്. അല്ലാതെ ഫുൾ ടൈമായിട്ടൊന്നും പ്രവർത്തിച്ചൊന്നും ഇറങ്ങുകയില്ല. അതിനുള്ള ചുറ്റുപാടിപ്പിടി എനിക്കില്ല. തൊണ്ട് തല്ലിയും ചകിരി നൂത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ ജീവിതം ഇന്നും ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നു. പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും കഥയ്ക്കുമില്ല മാറ്റം.
വിഷമവൃത്തത്തിൽ കഴിയുന്ന ഈ അമ്മയുടെ കാഴ്ചയ്ക്ക് മുന്നിൽ മക്കളും കഷ്ടതകളിൽ നട്ടം തിരിയുകയാണ്. നട്ടു നനച്ചു വളർത്തിയ സ്വപ്നങ്ങളിലേറെയും പൂവിടാതെ പോയ വേദന ഈ അമ്മയുടെ നെഞ്ചിൽ നെരിപ്പോടായി എരിയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ കയർ ഫാക്ടറി തൊഴിലാളിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ ആ പാരമ്പര്യം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ എനിക്ക് 2 ആൺമക്കളുണ്ട്. 2ഉം കൂലിപ്പണിക്കാരാണ്. അവരെ ഒരു വിധത്തിലും അവരെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ഉയർത്താൻ ആരും തയ്യാറായിട്ടില്ല. അതിനുവേണ്ടി ഒരു നിലക്കാൻ ആരും തയ്യാറായിട്ടില്ല. പിന്നെ പെൺപിള്ളേരാണ്. വിവാഹം 5 പെൺമക്കളുണ്ട് എനിക്ക്. അതിൽ 4 പേരെയും ഞാൻ കല്യാണം കഴിച്ചു വിട്ട്. ഒരാൾക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് എൻ്റെ കൂടെ. എന്നുവെച്ചാൽ വിവാഹം കഴിച്ചുകൊണ്ട് പോയവരുടെ ബുദ്ധിമുട്ട് പ്രയാസവും കണ്ടു മനസ്സ് മടുത്തതിന് ശേഷമാണ് ഈ 3ാമത്തെ എൻ്റെ മോൾക്ക് വിവാഹം വേണ്ടെന്ന്, അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെണ്ണെൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം എൻ്റെ ഒക്കേലയുടെ മകൾ വിവാഹം കഴിച്ചിട്ട് 2 കുട്ടികൾ, 2 പെൺകുട്ടികളാണ്. ആ കുട്ടികളുടെ 2ാമത്തെ കുട്ടിക്ക് 3 വയസ്സായപ്പോൾ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ആ ചുമതലയും എൻ്റെ കൂടെ തന്നെ. ഈ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന കുട്ടിയും എൻ്റെ കൂടെ തന്നെ. പിന്നെ ഇപ്പുറത്ത് താമസിക്കുന്ന ഒരു മകളാണ്. അത് കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. മൂത്ത പെണ്ണും അതുപോലെ തന്നെ. അങ്ങനെ മക്കളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അത് ഈ മക്കളും മറ്റുള്ളവരുമൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച ഇത് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് അതൊക്കെ ചെയ്യാൻ സാധിക്കാവുന്ന നേതാക്കന്മാർ എനിക്കുണ്ടായിരുന്നു. അവരാരും ഒരു ചെറുവിരലനക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിന്നും കിടക്കുന്നു, ജീവിക്കുന്നു, തുച്ഛമായ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ജീവിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അനസൂയ എന്ന കമ്മ്യൂണിസ്റ്റും അനസൂയ എന്ന കലാകാരിയും ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവരെ അറിയുമായിരുന്ന നേതാക്കളിൽ പലരും ഇപ്പോഴില്ല. ഇവിടെ ഉണ്ടായിട്ടും കാണേണ്ട പല കണ്ണുകളും ഇവരെ കാണാതെ പോകുന്നു. കേൾക്കേണ്ട കാതുകൾ ഈ സഖാവിന്റെ ജീവിതകഥ കേൾക്കാതെ പോകുന്നു. അങ്ങനെ മറക്കാമോ നമുക്ക് ഈ സഖാവിനെ? ഞങ്ങളുടെ പ്രായപരിധിയിലുള്ള സഹപ്രവർത്തകർ മിക്കവരും, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ മിക്കവരും മരിച്ചു തീർന്നു. ഇനി ഞങ്ങൾ ഏതാണ്ട് 3-4 പേരുമൊക്കെ ഉള്ളു. ഒരു ഒരു വേദിനി, ഞാൻ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. അവരൊക്കെ ഓർക്കാറുണ്ട്. പിന്നെ പഴയ കാലത്തെ കയർ ഫാക്ടറി തൊഴിലാളികളില്ലേ, ഞങ്ങൾ പാടി സന്തോഷിപ്പിച്ച തൊഴിലാളികൾ, ജീവിച്ചിരുന്നവർക്കെല്ലാം ഓർക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോഴും കാണുമ്പോൾ ആ പഴയ കാര്യങ്ങൾ പറയുകയും നേതാക്കന്മാർക്ക് തോന്നിയില്ലെങ്കിലും പക്ഷേ അന്നത്തെ തൊഴിലാളി വർഗത്തിന് ഇന്നും ഞാൻ ഓർമ്മയിലുണ്ട്. നിസ്വാർത്ഥ സേവനം ചെയ്തിട്ടുള്ളവരെ ആരും ഗമനിക്കാറില്ല. എന്നെപ്പോലുള്ള ഒരു അധപ്പതിച്ച കലാകാരി കൂടിയാണ് ഞാൻ.